തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പണപ്പെട്ടി സമാഹരണം ഊർജിതമാക്കിയ രാഷ്ട്രീയ പാർട്ടികൾ SBI ബാങ്കിന് ഉദ്ധരിച്ചുള്ള കണക്ക് പ്രകാരം ജനുവരിയിൽ 30ാം ഘട്ടത്തിൽ 570.05 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി രാഷ്ട്രീയ പാർട്ടികൾ സമാഹരിച്ചുവെന്നാണ് വ്യക്തമാക്കുന്നത്. 2024 ജനുവരി 2 മുതൽ 11 വരെയുള്ള വിൽപ്പന കാലയളവിലാണ് ഈ തുക സമാഹരിച്ചത്. 571.80 കോടി രൂപ മുഖവിലയുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ ഈ ഘട്ടത്തിൽ വിറ്റഴിച്ചെങ്കിലും 1.75 കോടി രൂപയുടെ ബോണ്ടുകൾ രാഷ്ട്രീയ പാർട്ടികൾ എൻക്യാഷ് ചെയ്തിട്ടില്ല. ഈ ബോണ്ടുകൾ പ്രധാനമായും ന്യൂഡൽഹി, കൽക്കത്ത, ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖകൾ വഴിയാണ് പണമാക്കിയതെന്ന് കമ്മഡോർ ലോകേഷ് കെ ബത്ര സമർപ്പിച്ച വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടിയിൽ SBI പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾക്ക് IB ഇഷ്യൂ ചെയ്യാൻ അധികാരമുള്ള ഏക ബാങ്കാണ് SBI. ഇതോടെ 2018 മുതൽ 30 ഘട്ടങ്ങളിലായി 16,518 കോടി രൂപ രാഷ്ട്രീയ പാർട്ടികൾ സമാഹരിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഫെബ്രുവരിയിലോ മാർച്ചിലോ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ബോണ്ട് വിൽപ്പനയുടെ അടുത്ത ഘട്ടത്തിൽ ഏപ്രിൽ മെയ് മാസത്തോടെ പ്രതീക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാർട്ടികൾ പണം വാരിയെറിയാൻ സാധ്യതയുണ്ട്. 30ാം ഘട്ടത്തിൽ 1 കോടി രൂപ മുഖവിലയുള്ള 540 ബോണ്ടുകൾ ബിസിനസ്സുകാരും കോർപ്പറേറ്റുകളും എന്ന് വിശ്വസിക്കുന്ന അജ്ഞാത ദാതാക്കൾക്ക് നൽകി. വാസ്തവത്തിൽ 30 ഘട്ടങ്ങളിൽ മിക്കവയിലും 94% ബോണ്ടുകളും 1 കോടി രൂപ മുഖവിലയുള്ളവയായിരുന്നു എന്നും രേഖകൾ സൂചിപ്പിക്കുന്നു. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി പ്രകാരം സംഭാവന നൽകുന്നവരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാവുകയില്ല. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഉയർന്ന ആസ്തിയുള്ള വ്യക്തികൾക്കും കോർപ്പറേറ്റുകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കായി പണം നിക്ഷേപിക്കാമെന്നാണ് 1 കോടി രൂപയുടെ ഡിനോമിനേഷൻ ബോണ്ടിനുള്ള ആവശ്യം സൂചിപ്പിക്കുന്നത്. അടുത്തിടെ സമാപിച്ച സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി നവംബർ 6 മുതൽ 20 തീയതികളിൽ നടന്ന ഇലക്ട്രൽ ബോണ്ടുകളുടെ 29ാം ഘട്ട വിൽപ്പനയിൽ പാർട്ടികൾ അജ്ഞാതരായ ദാതാക്കളിൽ നിന്നും 1000 കോടിയോളം രൂപ സമാഹരിച്ചിരുന്നു. IB സ്കീമിലെ വ്യവസ്ഥകൾ അനുസരിച്ച് 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 29A പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ജനസഭയിലേക്ക് പോൾ ചെയ്ത വോട്ടിൻ്റെ 1% കുറയാത്ത വോട്ട് നേടുകയും ചെയ്ത പാർട്ടികൾ മാത്രമാണ് യോഗ്യത നേടുക. അതല്ലാതെ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കും ഇലക്ട്രൽ ബോണ്ടുകൾ ലഭിക്കാൻ അർഹതയുണ്ട്. ബോണ്ടുകൾക്ക് വഴിയൊരുക്കിയ ഫിനാൻസ് ആക്ട് 2017 വ്യവസ്ഥകളെ ചോദ്യം ചെയ്ത് നിരവധി ഹർജികൾ ഇതിനകം തന്നെ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുമുണ്ട്. അതേസമയം പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും തന്നെ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ലഭിച്ച തുക ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. എന്നാൽ ബോണ്ടുകൾ പൊതുമേഖലാ ബാങ്ക് വഴി വിൽക്കുന്നതിനാൽ ആരാണ് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് ധനസഹായം നൽകുന്നതെന്ന് സർക്കാരിന് കൃത്യമായ വിവരം ലഭിക്കും. ദാതാക്കളുടെ വിശദാംശങ്ങൾ വിവരാവകാശ നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും വർഷങ്ങളായി വിറ്റതും എൻക്യാഷ് ചെയ്തതുമായ മൊത്തം EBകളുടെ എണ്ണവും EBകൾ എൻക്യാഷ് ചെയ്യാൻ യോഗ്യരായ പാർട്ടികളുടെ എണ്ണവും മാത്രമാണ് SBI നൽകുന്നത്. 2023 നവംബർ 2 രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച ഇലക്ട്രൽ ബോണ്ടുകളുടെ ഡാറ്റ സെപ്റ്റംബർ 30 വരെ സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.